രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഭൂമിയിലെ സർവ്വ ഐശ്വര്യങ്ങളും ഒരു കുടുംബിനിക്ക് ലഭിക്കുന്നത് ഭർത്താവിന്റെ പുണ്യത്താലാണ്. ഈ ജീവിതത്തിൽ മാത്രമല്ല, മരിച്ചിട്ട് പരലോകത്തിലേക്ക് പോയാലോ ഒരു കുടുംബിനെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്തില് സിദ്ധമായി തീരുന്നത് ഭർത്താവിന്റെ പരമമായിരിക്കുന്ന പുണ്യ ഫലമാണ് എന്നറിയണം. അതല്ലാതെ ഈ ഭൂമിയില് ഒരു സ്ത്രീക്ക് ആസ്പദം പിതാവല്ല, മകനല്ല, താൻ പോലുമല്ല, അമ്മയല്ല, സഖികളല്ല, കൂട്ടുകാരികളുമല്ല. ഈ ജീവിതത്തിലെ സകല സുഖങ്ങൾക്കും ആസ്പദം ഭർത്താവാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഭർത്താവ് തന്നെയാണ്. അങ്ങനെ മരണത്തിലും പിരിയാത്തതായ ശ്രേഷ്ഠമായിരിക്കുന്ന ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. അല്ലയോ രാമ, അങ്ങയ്ക്കിത് അറിയുന്നതാണല്ലോ. എനിക്ക് എന്റെ അച്ഛനമ്മമാര്, എന്റെ ഗുരുജനങ്ങള് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലയോ രാമ, അതുകൊണ്ട് അങ്ങ് ഈ പറഞ്ഞ വാക്കുകള്, ഞാൻ ഇവിടെ കൊട്ടാരത്തിൽ പാർക്കണമെന്നുള്ള വാക്കുകള്, അത് ഞാൻ അംഗീകരിക്കില്ല. അങ്ങ് എവിടെയോ അവിടെ തന്നെയാണ് സീത. രാമന് കിരീടം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സീത ചിന്തിക്കുന്നു പോലുമില്ല. സീതയുടെ വാക്കുകളിൽ അതെങ്ങും വരുന്നില്ല എന്ന് മാത്രമല്ല, മനസ്സിലേ അതില്ല എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തം. രാമൻ എവിടെയായാലും രാമനോടൊപ്പം. അതാണ് തന്റെ സ്വർഗം, അതാണ് തന്റെ സൗഖ്യം. ഒരു കുടുംബിനിയുടെ ശ്രേയസ് ഭർത്താവിനോടൊപ്പം കഴിയുക എന്നുള്ളതാണ്. ഇഹത്തിലായാലും പരത്തിലായാലും ഭാരതത്തിന്റെ കുടുംബ സങ്കല്പം ഇവിടെ നേരിട്ട് കാണാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ആ ബന്ധത്തിന്റെ പവിത്രത ഇവിടെ നമുക്ക് കാണാം. അത് ഭൗതികമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളിലോ അതേപോലെ തന്നെ സ്ഥാനമാനാദികളിലോ ഒതുങ്ങുന്നതല്ല. ഭൗതിക ജഗത്തിലെ സമ്പത്തിന്റെ നേട്ടവും നഷ്ടവും ഭാര്യാഭർത്തൃബന്ധത്തെ ബാധിക്കില്ല, ബാധിക്കാൻ പാടില്ല. ഇതാണ് ഭാരതത്തിന്റെ സങ്കല്പം. സമ്പത്ത് വരും, സമ്പത്ത് പോകും. സ്ഥാനമാനങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ പോകും. ഇത് ഈ പ്രപഞ്ചത്തിന്റെ രീതിയാണ്. എന്തൊക്കെ സ്ഥാനമാനങ്ങൾ വന്നാലും പോയാലും, എന്തൊക്കെ ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാലും, അവിടെ കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും. ആ ലാഭത്തിന്റെ നടുവിലും ആ നഷ്ടത്തിന്റെ നടുവിലും, സുഖത്തിന്റെ നടുവിലും ദുഃഖത്തിന്റെ നടുവിലും സർവവും സുഖമായി കണ്ട് ഒരുമിച്ച് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ജീവിതത്തെ ധന്യമാക്കേണ്ടത് അങ്ങനെയാണ്. വിവാഹബന്ധത്തിലൂടെ ഒരുമിക്കുന്ന യുവതിയും യുവാവും പിരിയാനുള്ളവരല്ല. ആ ബന്ധം അങ്ങ് മരണശേഷവും തുടരുന്നു എന്നുള്ളതാണ് സീത പറഞ്ഞു വെച്ചത്. മരണശേഷവും സ്ത്രീക്ക് ആശ്രയം ഭർത്താവ് തന്നെയാണ്, ഭർത്താവിന്റെ പുണ്യം തന്നെയാണ്. അതുകൊണ്ട് അല്ലയോ രാമ, അങ്ങീ പറഞ്ഞത് ഒരിക്കലും യുക്തമല്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറൻ പരിഷ്കാരം കടന്നു വന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഉപരിതലങ്ങളില് അതിസമ്പന്നത കളിയാടുന്ന മേഖലകളിൽ പലരിലും പാശ്ചാത്യ നാട്ടിലെ ഭൗതികമായിട്ടുള്ള ആ ജീവിതക്രമം, പണത്തിന്റെ പേരിൽ സ്നേഹിക്കലും പണത്തിന്റെ നഷ്ടം വരുമ്പോഴത്തേക്ക് ദ്വേഷിക്കലും ബന്ധങ്ങളെല്ലാം പൊട്ടിച്ചെറിയലും ബന്ധങ്ങൾ വേർവിടലും
ആ കോലാഹലങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവും ഇത്തരം ബന്ധങ്ങൾ വേർപെടുന്നിടത്ത് ഒരുപോലെ കുറ്റക്കാരാണ്. ചിലപ്പോൾ ഭാര്യ മാത്രം കുറ്റക്കാരിയാകാം, ചിലപ്പോൾ ഭർത്താവ് മാത്രം കുറ്റക്കാരനാകാം. പലപ്പോഴും ഭർത്താക്കന്മാരാണ് കുറ്റക്കാരായിട്ട് ബന്ധങ്ങളെ പൊട്ടിച്ചെറിയുന്നത്. അത് നമ്മള് കുടുംബ കോടതികളിൽ ചെല്ലുമ്പോൾ കാണുന്നു. ആയിരക്കണക്കിന് കേസുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികള്, ചെറുപ്പക്കാര് അറിയേണ്ടത് സീതയുടെ ഈ വാക്കുകളാണ്. കുടുംബം എന്നുള്ളത് അങ്ങേയറ്റം പവിത്രം, ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത് അങ്ങേയറ്റം പവിത്രം. അത് പൊട്ടിച്ചെറിയാനുള്ളതല്ല. ജീവിത സാഹചര്യങ്ങൾ പലതും മാറി വരും. എന്തൊക്കെ മാറി വന്നു കഴിഞ്ഞാലും ആ അവസ്ഥകളെല്ലാം സുഖമായി കണ്ട് ഒരുമിച്ച് കഴിയുന്നിടത്താണ്, സ്നേഹം പങ്കുവയ്ക്കുന്നിടത്താണ് ഭാര്യാഭർത്തൃ ബന്ധം മനോഹരമായ കുടുംബത്തെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് അലേ രാമ യതിത്വം പ്രസ്ഥിതോ ദുർഗം വനം അദ്യൈവ രാഘവ അഗ്രതസ്തേ ഗമിഷ്യാമി മൃദ്ഗന്ധി കുശകണ്ഠകാൻ. അല്ലയോ രാമ, നീ കാട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പോകരുത് എന്ന് സീതയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു വിദൂരമായ ആഗ്രഹം പോലും ഇല്ല. തീരുമാനം എന്തുവാണെന്ന് അല്ലയോ രാമ അങ്ങ് തന്നെ എടുത്തുകൊള്ളണം. അയോധ്യയിൽ പാർക്കണമോ കാട്ടിൽ പോകണമോ അതൊക്കെ അങ്ങയുടെ തീരുമാനമാണ്. അങ്ങ് കാനനത്തിലേക്ക് പുറപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞേ. അങ്ങ് കാനനത്തിലേക്ക് പുറപ്പെട്ടു എങ്കിൽ അല്ലയോ രാമ, എങ്ങനെയുള്ള കാട്? ദുർഗം, അങ്ങേയറ്റം ക്ലേശഭൂയിഷ്ടമായ കാട്, അപകടകാരിയായ കാട്. ആ കാട്ടിലെ ജീവിതം അങ്ങേയറ്റം ദുഃഖജനകമായിരിക്കും സാധാരണ ഏതൊരു മനുഷ്യനും, യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള കാട്ടിലേക്ക് അദ്യൈവ ഇപ്പോൾ തന്നെ പുറപ്പെടാൻ അങ്ങ് ഇതാ നിശ്ചയിച്ചുറച്ച് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലയോ രാമ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അഗ്രതസ്തേ ഗമിഷ്യാമി, നിന്റെ മുന്നാലെ ഞാൻ നടക്കും, നിന്റെ പിന്നാലെയും അല്ല. സീത ആദ്യം കാട്ടിലേക്ക് പ്രവേശിക്കും. രാമൻ കാട്ടിലേക്ക് പ്രവേശിക്കണമോ വേണ്ടയോ എന്നുള്ളത് രാമൻ തീരുമാനിച്ചു കൊള്ളണം. പക്ഷേ രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നാലെ നടക്കും. എന്തു ചെയ്തുകൊണ്ട്? മൃഗന്ധി കുശകണ്ഠകാൻ. എല്ലാവർക്കും അറിയാം, കാടായി കഴിഞ്ഞാൽ അവിടെ വളരെയേറെ കൂർത്തുമൂർത്തതായ കല്ലുകളും അതേപോലെ തന്നെ ദർഭപ്പുല്ലും, വാളിനേക്കാളും മൂർച്ചയാണ് ദർഭപ്പുല്ലിന്, അതേപോലുള്ള പുല്ലുകളും ധാരാളമുണ്ട്. ഭൂമിയിൽ ഇങ്ങനെ പരന്നു കിടക്കും. അതേപോലെ തന്നെ വളരെയേറെ കൂർത്തുമൂർത്തതായ മുള്ളുകളോടുകൂടിയ മരങ്ങളും വള്ളികളും, അവയിൽ അധികവും ഇങ്ങനെ തറയിൽ വീട് കിടക്കുന്നുണ്ടാകും. അത് ചവിട്ടി അങ്ങയുടെ കാല് വേദനിക്കാൻ പാടില്ല. അങ്ങയ്ക്ക് ഈ മുള്ളിൽ ചവിട്ടിയിട്ട് ദുഃഖമുണ്ടാകാൻ പാടില്ല. അങ്ങയുടെ കാല് മുറിയാൻ പാടില്ല. ഞാൻ മുന്നാലെ നടക്കും. നടന്ന് ആ ദർഭപ്പുല്ലിനെയും അതേപോലെ കൂർത്തുമൂർത്ത മറ്റു ചെടികളെയും മുള്ളുകളെയും കല്ലിനെയും എല്ലാം ചവിട്ടി മെതിച്ച് അതിനെ പുഷ്പശയ്യ പോലെയാക്കി തീർക്കും. അതിലേ വേണം അങ്ങ് നടന്നു വരാൻ. ഈ വേദനയെല്ലാം ഞാൻ ഏറ്റെടുക്കും. അങ്ങ് ഒരിക്കലും വേദനിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അത് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ അങ്ങയുടെ മുന്നാലെ നടന്ന് അങ്ങയ്ക്ക് സുഖകരമായ പാതയൊരുക്കും. ഇതാണ് കുടുംബബന്ധത്തിലെ ആ പവിത്രത. ഭാര്യ ഭർത്താവിന്റെ ദുഃഖങ്ങളെ സ്വയം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ദുഃഖത്തെ ദൂരീകരിക്കുന്നു. ഭർത്താവ് അതേ പ്രകാരത്തിൽ ഭാര്യയുടെ ദുഃഖങ്ങളെ സ്വയം ഏറ്റെടുത്തിട്ട് അവളുടെ ദുഃഖങ്ങളെ ദൂരീകരിക്കുന്നു. ഇങ്ങനെ പരസ്പര പോഷകമായി ഭാര്യയും ഭർത്താവും ജീവിക്കുമ്പോഴാണ് കുടുംബം എന്നുള്ളതായ ഭാരതത്തിന്റെ പവിത്ര സങ്കല്പം. ഭാരതത്തിന് മാത്രമുള്ളതാണ് കുടുംബസങ്കല്പം. കുടുംബം എന്നുള്ള യാഥാർത്ഥ്യവും അത് ഭാരതത്തിന് മാത്രമുള്ളതാണ്. അത് പൂർണ്ണമായും സാധ്യമായി തീരുന്നത് അപ്പോഴാണ്. അല്ലയോ രാമ, ഞാന് കാനനത്തിൽ വസിക്കുമ്പോഴേക്കും
അവിടുത്തെ ക്ലേശങ്ങളുടെ നടുവിൽ വസിക്കുമ്പോഴേക്കും ഒരിക്കലും അങ്ങയോട് ദേഷ്യപ്പെടില്ല. ഇവിടെ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ എത്രയായിട്ട് സ്നേഹത്തോടു കൂടിയാണോ അങ്ങയോട് പെരുമാറുന്നത്, അതേ പ്രകാരത്തിൽ തന്നെ ആയിരിക്കും. ഈർഷ്യാം രോഷം ബഹിഷ്കൃത്യ, വിരോധത്തെയും കോപത്തെയും ഒക്കെ കലഹത്തെയും ഒക്കെ ദൂരീകരിച്ചിട്ട് അങ്ങ് കഴിച്ചതിന് ശേഷം, ഈ കൊട്ടാരത്തില് നല്ല മധുരങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ധാരാളമായിട്ട് കൃത്യസമയത്ത് ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല. കാനനത്തിൽ അങ്ങനെയല്ല. സീതയ്ക്ക് അറിയാം കാട്ടിലെ ജീവിതത്തിന്റെ ക്ലേശം എന്തൊക്കെ ആയിരിക്കും എന്ന്. അവിടെ ഭക്ഷണം കിട്ടില്ല. കായ്കനികളോ കിഴങ്ങുകളോ ഒക്കെയാണ് ഭക്ഷിക്കാനായിട്ട് കിട്ടുക. അതും പലപ്പോഴും കിട്ടിയെന്നുണ്ടാവില്ല. പിന്നെ കാട്ടാറിലെ വെള്ളം അതായിരിക്കും കുടിക്കാനായിട്ട് ലഭിക്കുക. അതിലെനിക്ക് ഒരു പരാതിയില്ല. ഞാൻ പരാതിപ്പെടില്ല. ഞാൻ അതിൽ ദേഷ്യപ്പെടില്ല. പിന്നെയോ ഞാൻ അതെല്ലാം അതേ പ്രകാരത്തില് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അങ്ങ് കഴിച്ചതിന് ശേഷം, അതാണ് ഭുക്തശേഷം. അങ്ങ് കഴിച്ചതിന് ശേഷം പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ വളരെ അല്പമായിട്ടേ പലപ്പോഴും കിട്ടുള്ളൂ. പക്ഷെ അങ്ങയ്ക്ക് വിശക്കാൻ പാടില്ല. വിശപ്പ് തീരുമാറ് അങ്ങ് കഴിക്കണം. അതിനുശേഷം അവശേഷിക്കുന്നത് എന്തോ അതായിരിക്കും ഞാൻ ഭക്ഷിക്കുക. അത് ഭക്ഷിച്ചുകൊണ്ട്, അല്ലയോ രാമ, ഞാൻ അങ്ങയോടൊപ്പം കഴിയും. നയമാം വീര വിശ്രദ്ധ പാപം മൈന വിദ്യത്തെ. അല്ലയോ രാമ, അങ്ങ് എന്നെയും കൊണ്ടുപോവുക കാനനത്തിലേക്ക്. എന്നില് യാതൊരു പാപവുമില്ല എന്ന് അല്ലയോ രാമ അറിഞ്ഞുകൊള്ളൂ. അല്ലയോ രാമ, പ്രാസാദാഗ്രേ വിമാനേർവ വൈഹായസ ഗതേനവ സർവാവസ്ഥാഗത ഭർത്തു പാദച്ഛായ വിശിഷ്യതേ. ഭർത്താവിന്റെ ജീവിത സാഹചര്യം അതെന്തു തന്നെയായാലും അതാണ് ആ ഭർത്താവിന്റെ പാദച്ഛായയാണ്, പാദത്തിന്റെ നിഴലാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, പത്നിയെ സംബന്ധിച്ചിടത്തോളം മഹനീയമായിട്ടുള്ളത്.